ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യം. കോൺഫെഡറേഷൻ ഓഫ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന തൊഴിലാളികൾ RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഫെഡറേഷൻ ഓഫ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ RT ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു 22 വർഷത്തേക്ക് കുടിക്കണ്ട. കേരളം ഏറ്റവും വലിയ മാർക്കറ്റാണ്, മനസ്സിലായിക്കോളൂ. 1.5 കോടി ജനങ്ങൾക്ക് എല്ലാവർക്കും വാഹനമുണ്ടാകും ഏക സംസ്ഥാനം ഈ കേരളമാണ്. മോട്ടോർ സൈക്കിൾ ഇല്ലാത്ത ഒരു കുടുംബമില്ല കേരളത്തിൽ. അങ്ങനെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കേരളത്തിൽ ഇനി അടുത്ത 7 വർഷക്കാലം കച്ചവടം നടക്കില്ല. അപ്പൊ കണ്ട ബുദ്ധിയാണ്. ആരുടെ ബുദ്ധി? രാജ്യത്തെ കുത്തക പോരാളിമാരുടെ, വാഹന നിർമ്മാതാക്കളുടെ, രാജ്യത്തെ സമ്പന്ന വർഗത്തിന്റെ, കോടീശ്വരന്മാരുടെ ആഫീസിനകത്താണ് പ്രിയപ്പെട്ടവരെ ഈ നിയമം വന്നത്. നിങ്ങൾ വണ്ടി പൊളിക്കില്ലേ? എന്നാൽ പൊളിക്കാതിരിക്കുന്ന വണ്ടി CM എടുക്കുന്നത് കാണട്ടെ. ഏക വിഷയമായിട്ട് പ്രഖ്യാപിച്ചത് എവിടെ ചർച്ച നടത്തി? ഇവിടെ സൂചിപ്പിച്ചല്ലോ, കണക്കുകൾ രീതി ജനകല്ലേ. ആലോചിച്ചു. മോട്ടോർ സൈക്കിൾ വെറുതെ മോട്ടോർ സൈക്കിൾ ഇപ്പൊ അടുത്തത് 660 രൂപയാണ്. അത് 70 കാലപ്പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ അത് 9,000 രൂപയിൽ മാറും. മനസ്സിലായിക്കോളും. ഓട്ടോറിക്ഷക്ക് 660 ഇവിടെ പറഞ്ഞു 9,060 രൂപയിൽ മാറും. ചെറിയ കാറിന് 17,000 രൂപയിൽ മാറും. 20 വർഷം കഴിഞ്ഞാൽ ഒരു ട്രക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന പണം 28,000 രൂപയിൽ മാറും. PA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. TV വിനോദ്, ശ്രീജിത്ത്, AT ലോഹിതാക്ഷൻ, P രാഘവൻ എന്നിവർ സംസാരിച്ചു. വെങ്ങാട്ട് ശശി സ്വാഗതം പറഞ്ഞു. വാഹനങ്ങളുടെ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് ഫീസ് പിൻവലിക്കുക, ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.